ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം എന്നിട്ടും പാലത്തിന്റെ അനുബന്ധ റോഡിന്റെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല. ദുരിതയാത്ര മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിച്ച കൂളിമാട് പാലത്തിൽ ഇരുചക്ര വാഹനയാത്രികൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാലം നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ട് ഒരു വർഷം കഴിയുന്നു. പാലത്തിന്റെ അനുബന്ധ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണവും ശക്തമായ മഴയും നിമിത്തം റോഡ് നിറഞ്ഞ് കുണ്ടും കുഴിയുമാണ്. കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും വയനാട് കർണാടക ഭാഗങ്ങളിലേക്കുമായി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം കൂളിമാട് പാലത്തിനെ ആശ്രയിക്കുന്നത്. നമ്മുടെ ഒട്ടുപാറ കൂളിമാട് റോഡ് ഈ കൂളിമാട് പാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഒരു അപ്രോച്ച് റോഡാണ്. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളായി യാത്രക്കാർക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ള സന്നദ്ധ സംഘടനയിൽപ്പെട്ടിട്ടുള്ള നല്ല മനുഷ്യർ ഇവിടെ അവർ കാശ് പിരിപ്പിച്ചിട്ട് ഈ റോഡിൻ്റെ ഈ കുഴികളൊക്കെ തൂർത്തൊരവസ്ഥയാണ് ഉള്ളത്. വർഷക്കാലം വന്നാൽ അതിശക്തമായ വെള്ളപ്പാച്ചിലാണ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. ഇവിടെ കാൽമുട്ടോളം വെള്ളം പൊങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ജംഗ്ഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൂ വീലറിൽ പോകുന്ന യാത്രക്കാർക്കും മറ്റൊരു നടന്നു പോകുന്നവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും കുഴികളിൽപ്പെട്ട് അവർ മറിഞ്ഞു വീണൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൂളിമാട് ഓട്ടുപാറ ജലാലിയ ജംഗ്ഷൻ വരെ 900 മീറ്റർ ദൂരത്തിൽ റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. കൂളിമാട് പാലം മുതൽ ഓട്ടുപാറ ജലാലിയ ജംഗ്ഷൻ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. 10 വർഷം മുൻപ് നബാർഡിന്റെ സഹായത്തോടെ 3 കോടിയോളം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് നിർമ്മിച്ചത്. കുന്നും മലയും വെട്ടി നിർമ്മിച്ച 7 മീറ്റർ വീതിയുള്ള റോഡിന് വെള്ളം ഒഴുകിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനമില്ല. മഴവെള്ളം കുത്തിയൊലിച്ചെത്തുന്നതോടെ റോഡ് തകരും. റോഡിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും നടപടി മാത്രമില്ല. അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് കൂളിമാട് ഓട്ടുപാറ റോഡ് എടവണ്ണപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അത് ഞങ്ങൾ പല രീതിയിലും പല കോലത്തിലും സമരം ചെയ്തും ഇപ്പോൾ അടുത്ത കാലത്ത് ജനകീയ ധർണ നടത്തി, UDFൻ്റെ ഒരു ധർണയും നടത്തി, അല്ലാത്ത രീതിയിൽ പല രീതിയിലും PWD ഓഫീസും മറ്റ് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പല രീതിയിലും ബന്ധപ്പെട്ടിട്ടും ഇത് അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല. അടിയന്തര നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരവുമായി മുൻപോട്ട് പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. റോഡ് തകർന്നതോടെ കൂളിമാട് പാലത്തിലൂടെ ബസ് റൂട്ടും അനുവദിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.